إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة اعتدنا لهم عذابا أليما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പിന്നിട്ട ദിനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ഒരു ആത്മപരിശോധനയും വളരെ അനിവാര്യമായ സന്ദർഭമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനമാകുമ്പോൾ ശദ്ദമിഅ്സറഹു വഅയ്ഖള അഹ്ലഹു വഅഹ്യാ ലൈലഹു, തൻ്റെ അരയുടുപ്പ് മുറുക്കിയുടുക്കും, കുടുംബങ്ങളെ വിളിച്ചുണർത്തും, രാത്രിയെ മുഴുവനും ഹയാത്താക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് എത്രത്തോളം ഈ മാസത്തെ ദിനരാത്രങ്ങൾ നമ്മളിൽ എത്രത്തോളം അത് ആ രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, നമ്മൾ അതിനോട് എത്രമാത്രം അടുത്തിട്ടുണ്ട്, ഇബാദത്തുകളുമായും ഖുർആനുമായുമൊക്കെ നമ്മളുടെ ബന്ധങ്ങൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്, അതിൽ നിലനിർത്താൻ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ഖുർആൻ നമ്മുടെ ഇമാമാണ്. നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കേണ്ടതാണ് ഖുർആൻ. ആ ഖുർആനെ സംബന്ധിച്ച് അങ്ങനെ പറയും, ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദി, നമ്മളെ നയിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ വഴിയിലൂടെയാണ് ഖുർആൻ നമ്മളെ നയിക്കുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ നടന്നാൽ വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അന്ന ലഹും അജ്റൻ അളീമാ, വലിയ പ്രതിഫലം തീർച്ചയായും അവർക്കുണ്ട്. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, ഇതിനെയൊക്കെ അവഗണിച്ച് പരലോകത്തെ സംബന്ധിച്ച് ചിന്തയില്ലാതെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് അഴത്തതിനാലും അദാബൻ അലീമ, വേദനാജനകമായിട്ടുള്ള അത്യന്തം അപകടകരമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുന്നു. ഇപ്പം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്ന
നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സന്തോഷം നൽകുന്ന മനസ്സിൻ്റെ വസന്തമായി ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരും. മനസ്സിൻ്റെ വസന്തം എന്ന് പറയുമ്പോൾ ആ വസന്തം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ പുറത്തേക്ക്, നമ്മുടെ അംഗചലനങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ എല്ലാ രീതികളിലും അതെത്രമാത്രം നമുക്ക് വസന്തമായി മറ്റുള്ളവർക്ക് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ അനുഭവവേദ്യമാക്കുന്ന രൂപത്തിൽ എത്രമാത്രം ഖുർആൻ നമ്മളിലേക്ക് അടുത്തിട്ടുണ്ട്, നമ്മൾ ഖുർആനുമായി എത്ര അടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന. അള്ളാഹിൻ്റെ റസൂൽ ഖുർആനിനെ വസന്തമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീം, ഈ മഹാഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പടച്ചവനെ നീ എനിക്ക് നിശ്ചയിച്ചു തരണമേ. റബീഅ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. ഒരു വസന്തകാലം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ എല്ലാ നിലക്കും പച്ചപ്പ്, അതിൻ്റെ ഗുണഫലങ്ങൾ, കായികനികൾ, അതിൻ്റെ ശോഭ, ഭംഗി, ആകർഷണീയത, ഇതെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥക്കാണ് വസന്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ അല്ലാഹുവേ. വനൂറ സുദൂരിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വെളിച്ചമാക്കണമേ. വെളിച്ചമുണ്ടായാലേ നമുക്ക് നേരെ ചൊവ്വേ നടക്കാൻ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ ശരികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ അതിലൂടെ കഴിയണം. ആ രൂപത്തിൽ മനസ്സിൻ്റെ പ്രകാശമാക്കണമേ. വജലാഅ അഹ്സാനിനാ, നമ്മളുടെ എല്ലാ ദുഃഖങ്ങളുടെയും അവസാനമാക്കണമേ. എല്ലാ ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് പോയി ഒരു സന്തോഷം തിരിച്ചു വരുന്ന രൂപത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ആ രൂപത്തിൽ ഉണ്ടാക്കണമേ. ഹുസ്ൻ എന്നൊക്കെ പറയുന്ന പൈശാചികമാണ്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഹുസ്ന്, ദുഃഖം എന്ന് പറയുന്ന ഒന്നില്ല. കാരണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ തവക്കുലാണ്, അള്ളാഹു, ഇത് അള്ളാൻ്റെ വിദ്യ, അപ്പോൾ സമാധാനമായി. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭയപ്പാട്, അകാരണമായ പേടിയുണ്ടാവും. പടച്ചവൻ്റെ തീരുമാനമാണ് അതിനെ നേരിടേണ്ടത്, അതിനെ ആത്മാസംയപ്പനത്തോടു കൂടി അതിനെ സമീപിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഈമാനിൻ്റെ കടമയാണ്, അത് ഈമാനിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നീ അകറ്റണമേ. വദഹാബ ഉമൂമിന വഹുമൂമിന, എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ ഈ ഖുർആൻ മുമ്പിൽ വെക്കുമ്പോൾ, ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മളിലേക്ക് വരുമ്പോൾ, ആ ഒരു ആയത്ത് നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോൾ, അത് ഓതുമ്പോൾ അതെല്ലാം അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലാക്കണം. അല്ലാഹുമ്മ അല്ലിംനാ മിൻഹു മാ ജഹിൽനാ, പടച്ചവനെ ജീവിതത്തിൽ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് അറിവില്ലായ്മ ഞങ്ങൾക്കുണ്ട്. ആ അറിവില്ലായ്മ പരിഹരിക്കുന്ന രൂപത്തിൽ ഖുർആനിനെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണമേ. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. കാരണം ഖുർആൻ നമ്മുടെ വഴി അറിയാതിരിക്കുമ്പോൾ ആ വഴി നിശ്ചയിച്ചു തരുന്ന ഒരവസ്ഥ ഖുർആൻ ഉണ്ടാവണം എന്നുള്ള. അപ്പം എന്താണ് ഖുർആൻ നമുക്കറിയണ്ടേ? ഖുർആൻ എന്താ പറയുന്നത് നമുക്കറിയണ്ടേ? അത് അറിഞ്ഞുകൊണ്ടുള്ള ഓതൽ വേണ്ടേ? എങ്കിലല്ലേ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദക്കിർനാ മിൻഹു മാ നസീനാ, ജീവിതത്തിലെ നല്ല വഴികളെ ഞങ്ങൾ മറന്നു പോകുന്നുണ്ടല്ലോ, ആ മറന്നു പോകുന്ന വഴികളെ ഞങ്ങളെ നീ ഓർമ്മിപ്പിക്കണമേ. വർസുഖ്നാ തിലാവതഹു ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഈ ഖുർആൻ പാരായണം ചെയ്യുവാൻ ഉള്ള സൗഭാഗ്യം പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണമേ. വലാ വജിഹില്ലദീ യുർളീക അന്നാ, അങ്ങനെ ആ ഖുർആൻ ഓതി നിന്റെ തൃപ്തിക്ക് വിധേയമായി ആ ഖുർആനിനെയും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെയും ക്രമപ്പെടുത്തി നിന്റെ തൃപ്തി സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവനെ നീ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുവചന രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ നിലക്ക് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഖുർആനുമായി നമ്മൾ ഈ ഒരു സമീപനം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും
എത്രമാത്രം എനിക്ക് ആ രൂപത്തിൽ ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചിന്ത വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ വിശ്വാസികളുടെ എല്ലാ ഉയർച്ചയും അഭിവൃദ്ധിയും ഈ ഖുർആൻ കൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നല്ലാഹ യർഫഉ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാദൽ ഖുർആനി അഖ്വാമൻ, ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനസമുദായങ്ങളെ, ജനതതികളെ, ഉമ്മത്തിനെ, അവരുടെ ദറജകൾ ഉയർത്തുന്നു. അവർക്കെല്ലാ വിധത്തിലും അഭിവൃദ്ധിയും പുരോഗതിയും ഈ ഖുർആൻ കൊണ്ടുണ്ടാക്കുക. ചരിത്രം അതിന് സാക്ഷിയാണ്. ഇസ്ലാമിക ചരിത്രം അതിന് എത്രയോ നമ്മൾ പഠിക്കണം, വായിക്കണം. വേറെ ചില ആളുകൾ ഖുർആനിനെ അവഗണിക്കുകയോ അതിൻ്റെ സന്ദർഭങ്ങളിൽ നിന്ന് ആയത്തുകളെ അടർത്തിയെടുത്തുകൊണ്ട് ഇതെന്താ ഇങ്ങനെ എന്ന രൂപത്തിൽ പരിഹാസ്യമായി ഖുർആനിനെ സമീപിക്കുന്ന ആളുകളെ അള്ളാഹു അധോഗതിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു ഹദീസിൻ്റെ ആ രൂപത്തിൽ ഖുർആനിനെ ഇപ്പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മളിലുണ്ടാവേണ്ട ഈ ഒരു മാറ്റത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി സമീപിക്കുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ ജനങ്ങളെ 4 വിഭാഗമായി പരിചയപ്പെടുത്തിയതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിലൂടെ നമുക്ക് കാണുവാൻ. ഖുർആൻ പാരായണം ചെയ്യുന്നവർ തന്നെ 4 വിഭാഗം ആളുകളുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കായികനിയോട് ഉപയോഗിച്ചു, ഒരു തുർജത്ത്, നല്ല ഓറഞ്ച്, ആ രൂപത്തിലുള്ള നല്ല ഒരു പഴവർഗ്ഗം. ആ പഴവർഗ്ഗത്തിൻ്റെ റീഹുൻ ത്വയ്യിബ്, അതിൻ്റെ നല്ല വാസനയാണ്, നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ള അരോചകമല്ലാത്ത ഒരു വാസനയാണ് അതിനുള്ളത്. അതേ പ്രകാരം ത്വഅമുൻ ത്വയ്യിബുൻ, നല്ല രുചിയുമാണ് അതിനുള്ളത്. അപ്പോൾ ഖുർആൻ ഓതുന്ന വിശ്വാസിയുടെ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ഓതുകയും ചെയ്യുന്നു, അവൻ നല്ല ഈമാനുണ്ട്, അവൻ്റെ സ്വഭാവം അത് പുറത്തുള്ള ആളുകൾക്കും നല്ല വാസനയുണ്ടാകും, അവനിൽ നല്ല ആകർഷണീയുണ്ടാകും, അവൻ്റെ പെരുമാറ്റങ്ങളിൽ ആളുകൾക്ക് സംതൃപ്തിയുണ്ടാകും, അവന് തന്നെയും അത് ത്വഅമുൻ ത്വയ്യിബ്, നല്ല ഒരു രുചികരമായ ഒരു അനുഭവമായി അനുഭവപ്പെടുന്ന രൂപത്തിൽ ഖുർആനിനെ സമീപിക്കുന്ന, ഓതുന്ന, പാരായണം ചെയ്യുന്ന വിശ്വാസികളുടെ സവിശേഷതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന. എന്നാൽ മുഅ്മിനുൻ ലാ യഖറഉ, വിശ്വാസിയാണ് പക്ഷേ ഖുർആൻ ഓതുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി മെനക്കെടുന്നില്ല. അങ്ങനെയുള്ള വിശ്വാസിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശം പറഞ്ഞിട്ടില്ല. വിശ്വാസമുണ്ടല്ലോ, ഈമാനുണ്ടല്ലോ, ജീവിതത്തിൽ നല്ലതുണ്ടല്ലോ, പക്ഷേ ഖുർആനെ പാരായണം ചെയ്യുന്നില്ല എന്നൊരു കുറ്റം അവനുണ്ട്. അവന് ലാ റീഹ ലഹു, ആ ഖുർആനിൻ്റെതായ സന്ദേശം, അതിൻ്റെ മധുരകരമായ അനുഭവങ്ങൾ പുറത്തേക്ക് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാനോ കൊടുക്കുവാനോ സാധിക്കുന്നില്ല അവന്. പക്ഷേ തഅമുൻ ഹുൽവൻ, നല്ല മാധുര്യമുണ്ട്, അവനത് അനുഭവിക്കാൻ കഴിയുന്നു. അവൻ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ ഖുർആനിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു മധുരമായി ആ ഖുർആനിനെ അവന് അനുഭവപ്പെടാൻ സാധിക്കുന്നു. എന്നാൽ മുനാഫിഖുൻ യഖറഉൽ ഖുർആന, വിശ്വാസം കപടമാണ്, ശരിക്കുള്ള വിശ്വാസമില്ല, പക്ഷേ ഏതോ നിലക്ക് അവൻ ഖുർആൻ ഓതുന്നുണ്ട്, ആളുകളെ കാണിക്കാനോ എന്തെങ്കിലും ആ രൂപത്തിലോ എന്തോ ആയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന കപടവിശ്വാസിയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, റൈഹാന, അത് നമ്മുടെ നാട്ടിലൊക്കെ തുളസി എന്ന് പറയുന്ന അതുപോലുള്ളൊരു ചെടി, റീഹുൻ ത്വയ്യിബ, അത് നമുക്ക് മോശമല്ലാത്ത നല്ലൊരു വാസനയാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷേ ത്വഅമുൻ മുർറുൻ, അത് നമ്മൾ നാവിൽ വെച്ചാൽ എന്തോ ഒരു കയ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്വന്തം ജീവിതത്തിലില്ല, പക്ഷേ ഖുർആൻ ഓതുന്നു. ചിലപ്പോൾ ആളൊക്കെ പറയും, ആളുകൾക്ക് ഉപദേശമൊക്കെ, ഖുർആൻ ആയത്തൊക്കെ ഓതി ഉപദേശം കൊടുക്കും, അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഉപകാരം ഉണ്ടാകുമല്ലോ. ആ ഖുർആൻ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ആളുകൾ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുകയും അങ്ങനെ പുറമേ ഒരു നല്ലൊരു സുഗന്ധകരമായ ഒരവസ്ഥ. ഒരു മുനാഫിക്കാണെങ്കിൽ പോലും ആ ഖുർആൻ പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത് വിശദീകരിച്ചു കൊടുക്കുന്നതിലൂടെ ആളുകൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു വിഭാഗം മുനാഫിഖുൻ ലാ യഖറഉൽ ഖുർആന, കപടവിശ്വാസിയുമാണ്, ഖുർആൻ
ഖുർആനുമായി യാതൊരു ബന്ധവും അവനില്ല. അവൻ ഹൻളലത്തുൻ, അവൻ ആട്ടങ്ങയെ പോലെയാണ്. ലാ റീഹലഹ, അതിന് ഒരു സുഗന്ധവുമില്ല. വലാ തഅമലഹ തഅമുഹാ മുർറുൻ, അതിൻ്റെ രുചി വളരെ അങ്ങേറ്റം കയ്പേറിയതുമാണ്. അപ്പോൾ ഖുർആനിനെ സമീപിക്കുന്ന 4 തരം വിശ്വാസി സമൂഹത്തിലുള്ള 4 തരം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണ സഹിതം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതവും നമ്മുടെ ഖുർആനുമായി നമ്മൾ ഈ കൂട്ടത്തിൽ ഏത് വിഭാഗത്തിലാണ് പെടേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്നത് മുഅ്മിനുൻ യഖറഉൽ ഖുർആൻ, മുഅ്മിനായിരിക്കണം, ഖുർആൻ പാരായണം ചെയ്യുന്നവരാ, അവൻ ഉത്തുറുച്ചത്തായിരിക്കണം, അവൻ ആ ഫലം അതിന് നല്ല രുചിയും നല്ല അനുഭവങ്ങൾ നല്ല വാസനയും സുഗന്ധവുമുള്ള രൂപത്തിൽ ഖുർആനിനെ സമീപിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് പറഞ്ഞ ഈ ഹദീസുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് വെറും പാരായണമല്ല. പാരായണത്തിൽ അതിൻ്റെതായ ഗുണമുണ്ട്. റസൂൽ പറഞ്ഞു ഹർഫ്, അലിഫ് ഹർഫുൻ, ലാമ ഹർഫുൻ, മീമ ഹർഫുൻ, ഓരോന്നിനും 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ റസൂൽ പറഞ്ഞു. പക്ഷേ ഖുർആനെ തദബ്ബുർ, ചിന്തിക്കണം, തഫക്കുർ, ആലോചന വേണം. ഇതാണ് നിരന്തരമായി ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്ക്, അതിൻ്റെ മുകൾ പരപ്പിലൂടെ പോകുന്ന ആൾക്ക് കടലിൻ്റെ ചിപ്പി കിട്ടുകയില്ല. ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ നിന്ന് ആവശ്യമായ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മുത്തുകളും പവിടങ്ങളും ചിപ്പികളും പെറുക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ആ ഖുർആൻ സ്വായത്തമാക്കിയാൽ സ്വാഭാവികമായും ആ ആയത്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകും. റസൂൽ പറഞ്ഞു ബല്ലഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് നിങ്ങൾ ഒരായത്തെങ്കിലും പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത് നിങ്ങൾ പഠിക്കുക. ആ ഒരായത്ത്, അതിൻ്റെ ആ സാരാംശങ്ങൾ ഇങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഇഖ്ലാസ്, അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കത, ആ രൂപത്തിലുള്ള ഒരു നല്ല പെരുമാറ്റം അത് വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് ഈ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഖ്ലാസ്. നമുക്ക് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, നമുക്ക് നല്ലൊരു പാനീയത്തെ പറ്റി പറഞ്ഞു. ആ പാനീയം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ച ഒരു പദമുണ്ട്, ഖാലിസ് എന്നൊരു പദമുണ്ട്. ആ സൂറത്തു അൻ-നഹ്ല തനീച്ച എന്ന് പറയുന്ന അധ്യായത്തിലെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നു, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസാ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹ് പറയാണ്, തീർച്ചയായും നാക്കാലികളിൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു ഗുണപാഠം പറയാം, നുസ്ഖീകും, നിങ്ങളെ നാം കുടിപ്പിക്കുന്നു, മിമ്മാ ഫീ ബുതൂനിഹി, അതിൻ്റെ അവയുടെ വയറുകളിൽ ഉള്ളതിൽ നിന്ന്. ആ വയറിൽ നിന്ന് സാധനം എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ആ പാൽ എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? മിൻബൈനി ഫറസിൻ വദമിൻ, ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് വരുന്ന ഒരു ശുദ്ധമായ പാനീയമാണ്. ലബനൻ ഖാലിസാ, വളരെ പ്യൂറായിട്ടുള്ള പാല് നിങ്ങൾക്ക് തരുന്ന വരുന്നത് ആ ഒരു 2 സാധനത്തിൻ്റെ ഇടയിൽ നിന്ന്. സായിഗൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ സോഫ്റ്റായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന സുഭിക്ഷമായ ഒരു പാനീയമായി പാലിനെ നിങ്ങൾക്ക് തരുന്നില്ലേ? നിങ്ങളതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആ പാല് അല്പം ചാണകം കലർന്നാൽ നമ്മൾ കുടിക്കുമോ? ആ പാലിൽ അല്പം മൂത്രത്തിൻ്റെ ചുവയുണ്ടായാൽ, മണമുണ്ടായാൽ നമുക്ക് കുടിക്കാൻ സാധിക്കുമോ? ഇല്ല. നിഷ്കളങ്ക പ്യൂറായിട്ടല്ലേ. അത് അള്ളാഹു നമ്മുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ അതിൽ മോശമായ സാധനങ്ങൾ ചേർന്ന് അള്ളാഹ് സ്വീകരിക്കൂല. അത് ഈമാനിലും അമലുകളിലും ഒന്നും മോശമായ കാര്യങ്ങൾ ചെയ്താൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ഖാലിസായ വിധത്തിൽ അമലുകൾ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും വിശുദ്ധമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്താൽ മാത്രമേ അള്ളാഹു കബൂൽ ചെയ്യൂ. ആ ഒരു നിഷ്കളങ്കതയിലേക്ക്
നമ്മെ കൊണ്ടുവരുന്ന ആ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൻ്റെ അവതരണമാണ് ഖുർആൻ, അതിൻ്റെ അവതരണ മാസമാണ് ഖുർആൻ. എല്ലാ സംഭവങ്ങൾക്കും ഒരു ചരിത്രവും അതിന് ഓർമ്മിക്കലുമൊക്കെയുണ്ട്. എന്നാൽ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള റമദാൻ മാസത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേക ആവർത്തിക്കപ്പെടുകയാണ്. ഒരു സംഭവം പിന്നീട് ആവർത്തിക്കപ്പെടുകയില്ല. 1000 മാസങ്ങളെക്കാൾ ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ, ആ വർഷത്തിലെ റമദാനിൽ മാത്രമല്ല, എല്ലാ വർഷത്തിലും എല്ലാ റമദാനിലും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ആ ഖുർആൻ, അതിൻ്റെ പ്രത്യേകത, ആ രാവിൻ്റെ പ്രത്യേകത, അതിൻ്റെ 83 വർഷം നിരന്തരമായി നമ്മൾ ഇബാദത്തിൽ തന്നെ മുഴുകുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ട് കിട്ടുന്ന, അങ്ങനെ എത്ര റമദാനുകൾ നമ്മൾ കഴിഞ്ഞുപോയി, എത്ര ലൈലത്തുൽ ഖദ്റുകൾ നമുക്ക് കഴിഞ്ഞുപോയി, അതിൻ്റെയൊക്കെ ഗുണഫലം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.